KTDC ചെയർമാൻ PK ശശിയെ UDF ഭരണസമിതി പരിപാടിക്ക് ക്ഷണിച്ചതിൽ CPM-ന് അതൃപ്തി. മണ്ണാർക്കാട് നഗരസഭയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനത്തിനാണ് UDF ഭരണസമിതി ശശിയെ ക്ഷണിച്ചത്. കൌൺസിൽ യോഗത്തിൽ തീരുമാനിക്കാത്തയാളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് ശരിയല്ലെന്ന് CPM കൌൺസിലർമാർ പറഞ്ഞു. ജൂലൈ മാസം 8-ാം തീയതി ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നിർദ്ദേശം നഗരസഭാ ചെയർമാൻ അജണ്ടയിൽ ഇല്ലാതെ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറും നിയമസഭയിലെ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്യുക എന്ന് അറിയിച്ചിരുന്നു. മറ്റു വിശദാംശങ്ങളൊന്നും ആ യോഗത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. 8-ാം തീയതി ഉദ്ഘാടനം മാറ്റി 11-ാം തീയതിക്ക് തിരുത്തിക്കൊണ്ടുള്ള കത്ത് ഇന്നലെയാണ് ലഭിച്ചത്. അതിൽ അവിടെ തീരുമാനിക്കാത്ത നിരവധി ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, PK ശശിയെ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചതിൽ എന്താണ് CPM അതൃപ്തി പ്രകടിപ്പിക്കാൻ കാരണമായത്? ദിവ്യ, സാധാരണഗതിയിൽ പ്രതിപക്ഷത്തുള്ള ഒരു നേതാവിനെ നഗരസഭ ക്ഷണിക്കുകയാണെങ്കിൽ അവർ വലിയ സന്തോഷത്തിലായിരിക്കും. പക്ഷേ മണ്ണാർക്കാട് CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തായി PK ശശിയും ഈ CPM പ്രാദേശിക നേതൃത്വവും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. മണ്ണാർക്കാട് നഗരസഭ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ UDF ആണ് ഭരിക്കുന്നത്. ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്കാണ് നടക്കാൻ പോകുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടകൻ. കൂടാതെ പാലക്കാട് MP VK ശ്രീകണ്ഠനും മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനും അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇത് കൗൺസിലിൽ തീരുമാനിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടിയും VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഷംസുദ്ദീനും അടക്കമുള്ള ആളുകൾ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ കൗൺസിൽ യോഗത്തിൽ KTDC ചെയർമാനും CPM നേതാവുമായ PK ശശിയുടെ പേര് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് നോട്ടീസ് വന്നപ്പോഴാണ് PK ശശി ഇതിൽ ഉൾപ്പെടുത്തിയതായി CPM നേതാക്കൾ അറിയുന്നത്. ഇതോടുകൂടിയാണ് ഇവർ അതൃപ്തി രേഖപ്പെടുത്തി വന്നിരിക്കുന്നത്. ഇതിൽ അവർ പറയുന്നത് കൗൺസിൽ യോഗത്തിൽ ഇല്ലാത്ത പലരുടെയും പേര് ഇപ്പോൾ കാണുന്നു, അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഈ CPM-ന്റെ ജനപ്രതിനിധികളായ ആളുകൾ ഇതിൽ നിന്ന് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ്, ബഹിഷ്കരിക്കാനാണ് ധാരണ എത്തിയിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ജില്ലാ നേതൃത്വം ഇടപെട്ട് ഒരു സമവായത്തിൽ എത്തുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. ഈ ആയുർവേദ ഡിസ്പെൻസറി ഉൾക്കൊള്ളുന്ന വാർഡ് എന്ന് പറയുന്നത് CPM-ന്റെ കൗൺസിലറാണ് അവിടെ ജനപ്രതിനിധിയായി ഉള്ളത്. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ കഴിയുമോ എന്നതിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. എന്തായാലും PK ശശിയെ ക്ഷണിച്ചതിൽ വലിയ അതൃപ്തിയും പ്രതിഷേധവും CPM-ന് അകത്ത് ഉണ്ട് എന്നത് വ്യക്തമാണ്. UDF ഭരണസമിതി കൌൺസിൽ തീരുമാനിക്കാതെ PK ശശിയെ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചതിലാണ് CPM-ന് അതൃപ്തിയുള്ളത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.